ദൂരമില്ല. അതല്ലേ ഓ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ആമ്പൽപ്പാടം ഉണ്ടായിരുന്നു, പിറവത്തുള്ള ഹൊലിപ്പുറം ആമ്പൽപ്പാടം. അതുമാത്രമല്ല, ഞാൻ കോട്ടയത്ത് മലരിക്കൽ ആമ്പൽപ്പാടം ഓണ സമയത്തൊക്കെ ഒന്നോരോ ആളുകൾ അവിടെ വരുന്നതെന്നറിയോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ആമ്പൽപ്പാടത്തല്ല, താമര പാടത്താണ്. കീഴ്മാട് ഗ്രാമപഞ്ചായത്താണ് ഈ ഒരു താമരക്കുളം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ചെന്താമരകൾ എന്ന് വേണമെങ്കിൽ പറയാം. ചെന്താമര വിരിഞ്ഞ് നിൽക്കുന്ന വലിയൊരു കുളം 10 ഏക്കറിൽ വിസ്തൃതിയിലായി കിടക്കുന്ന കേട്ടോ. വളരെ മനോഹരമാണ്. എല്ലാവർക്കും അങ്ങനെ സുപരിതമല്ല ഈ സ്ഥലം. ശരിക്കും പറഞ്ഞാൽ കാലടി അടുത്താണ് കേട്ടോ. കാലടി അടുത്ത് ഇത്ര മനോഹരമായിട്ടൊരു ആമ്പൽപ്പാടം കാണാൻ പറ്റുന്നു. ആമ്പൽപ്പാടമല്ല, താമരപ്പാടം, താമരപ്പൊയ്ക. ശരിക്കും താമരപ്പാടം തന്നെ. ഈ താമരപ്പാടം കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല കേട്ടോ. എറണാകുളം ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു താമര കാണാൻ പറ്റുന്ന ഒരു ഇടം കൂടിയായിട്ട് ഇത് മാറാണ്. കാലടിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ഈ ഒരു ഇടം ഉള്ളത് കേട്ടോ. ഈ മാറമ്പിള്ളി പാലം കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പിലേക്ക് മാറമ്പിള്ളി പാലം ഞാൻ കാലടിയിൽ നിന്നാണ് വന്നത്. കാലടിയിൽ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട്. കാലടിക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കീഴ്മാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ താമരക്കുളം ഉള്ളത്. ചെന്താമരകളാണ്, വിടർന്നു നിൽക്കുന്ന ചെന്താമരകൾ. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ചില വെള്ള താമരകൾ കാണാം. കൂടുതലും ചെന്താമരകളാണ്. ചെന്താമരകൾ കാണാൻ തന്നെ നല്ല ബ്യൂട്ടിയാണ്. എനിക്ക് തോന്നുന്നു അതിരാവിലെ തന്നെ വരികയാണെങ്കിൽ ആ മഞ്ഞിൻ്റെ ഒരു കുളിർമയിൽ, മഞ്ഞ് നിൽക്കുന്ന ആ ഒരു കാലാവസ്ഥയിൽ വളരെ ദൃശ്യ ഭംഗിയോടുകൂടി നമ്മളെ മൈൻഡിനൊക്കെ അങ്ങ് തണുപ്പിക്കുന്ന രീതിയിൽ അല്ലേ, നല്ലൊരു കാഴ്ചയായിരിക്കും ഈ ഒരു പൂക്കൾ പാടം ഒരുക്കി തരുന്നത്. നമ്മുടെ കാഴ്ചകൾക്ക് വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരിടം എറണാകുളത്തിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ചെന്താമര പൊയ്കയാണ്, ചെന്താമര പാടമാണ്. നല്ല ഗ്രാമ അന്തരീക്ഷമാണ്. ഇതിന് തൊട്ടടുത്തായിട്ട് ഒരു സ്കൂളുണ്ട് കേട്ടോ, അമൽ പബ്ലിക് സ്കൂള്. കടകളൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതൽ ആളുകൾ വന്ന് സ്പെൻഡ് ചെയ്യുന്ന സമയം. ഫാമിലീസൊക്കെ ഇവിടെ അടുത്തുള്ള ആളുകൾ, അധികം പേർക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ആലുവയിലാണ് ഈ സ്ഥലമുള്ളത്. ആലുവ കീഴ്മാട്. ഒരു മൂരിക്കുട്ടനാ നമ്മുടെ അടുത്ത് കമ്പനിക്കായി. പക്ഷെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവന് ഈ ചെറിയൊരു കൊമ്പൊക്കെ ഉള്ളതുകൊണ്ട്, ഈ കുടുംബത്തരൊക്കെ കയ്യിലുള്ളതുകൊണ്ടേ കണ്ടില്ലേ, ചെറിയൊരു പേടിയൊക്കെ തോന്നും. ഇങ്ങനെ ആട്ടി വരുമ്പോൾ കുത്തോ എന്നൊക്കെ ഒരു പേടി. പ്രത്യേകിച്ച് എൻ്റെ ഈ വീഡിയോൻ്റെ സ്റ്റിക്ക് ആയതുകൊണ്ട് അവനെ മൂരിക്കുട്ടനെ അടിക്കാനാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ചിലപ്പോൾ കണ്ടില്ലേ, നമ്മളെ വെറുതെ ചുമ്മാ പേടിപ്പിക്കാൻ അഗ്രസീവായിട്ട് നിൽക്കുന്ന, കുടുംബത്തരം കാണിച്ച് നിൽക്കുന്ന ഒരു മൂരിക്കുട്ടൻ. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയൊക്കെ ഉണ്ട്. കുത്തത്തൊന്നുമില്ലായിരിക്കും അല്ലേ, ആള് കുഴപ്പമില്ല. അതെ, ചെറിയൊരു അണ പോലെ കെട്ടിയിട്ട് വെള്ളം കണ്ടില്ലേ, കൺട്രോൾ ചെയ്തിട്ടാണ് ഇവിടുന്ന് അപ്പുറത്തേക്ക് വിടുന്നത്. കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളമാണ്. മാത്രമല്ല, ഇവിടെയുള്ള വീടുകൾക്കെല്ലാം കുടിവെള്ളമൊക്കെ സുലഭമായിട്ട് കിട്ടാൻ ഈ ഒരു അണ കെട്ടി നിർത്തുന്ന വെള്ളത്തിന് സാധ്യമാവും കേട്ടോ.
ചൂണ്ടിടുന്ന എവിടെയാണെന്ന്? കൂടുതലും ശനി ഞായറും ആണ് ആളുകളുടെ ഒരു ബാഹുല്യം ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവാമെന്നാണ് പറഞ്ഞത്. ആ പിള്ളേർ കുട്ടികൾ പറഞ്ഞാണ് കേട്ടോ. കുട്ടികൾ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് വന്നേക്കാണ്. വെക്കേഷനൊക്കെ അല്ലേ, രസമല്ലേ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ. ഒരു കണക്കിന് ഇതൊക്കെ നല്ല കാഴ്ചകളല്ലേ. നമ്മൾ ഈ കുട്ടികളൊക്കെ ഈ മൊബൈലിൽ കുത്തിയിരിക്കുന്ന നേരം കൊണ്ട്, മൊബൈലിൽ ഗെയിം കളിക്കാനൊക്കെ നേരം കൊണ്ടൊക്കെ ഇങ്ങനത്തെ പല പല ആക്ടിവിറ്റീസൊക്കെ ഏർപ്പെടുമ്പോൾ അതല്ലേ അതിൻ്റെ ഒരു സുഖം. അതാണ് അതിൻ്റെ ഒരു ശരിയും. ഇതിപ്പോൾ എത്ര നാളായി ഈ താമരയും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ട്? ഒരു കൊല്ലം ആയിട്ടുള്ളൂ അല്ലേ? കീഴ്മാട് തന്നെ. ആ ആറപ്പുറത്ത് ഇത് ഈ വഴിയൊരുക്കിലൂടെ നടക്കാൻ ഭയങ്കര രസമാട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ട് ഈ സമയത്ത്. വൈകുന്നേരം സമയത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് ഒരു 4:30 ആയി കാണും സമയം. 4:30 സമയത്തൊക്കെ വരികയാണെങ്കിൽ ചെറിയൊരു വെയിലുണ്ടെങ്കിൽ പോലും അതിന് ചൂടില്ല. ചൂടിൻ്റെ ആധിക്യം കുറഞ്ഞു. ഭയങ്കര രസമാട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് കുറച്ച് ദൂരത്താണ് ഈ താമരയൊക്കെ വിരിഞ്ഞിരിക്കുന്നത്. വേണ്ടത് നല്ല രസമായിട്ട് വിരിഞ്ഞിരിക്കുന്ന ഒരു താമരയാണ്. പക്ഷേ ഈ ഇലകൾ വലുതായതുകൊണ്ടേ നമുക്ക് കാണുമ്പോൾ കൊച്ചു പൂക്കളാന്നിരിക്കും. പക്ഷെ നല്ല വലിപ്പമുള്ള താമരകളാണ് കേട്ടോ. നമ്മളെ ഇലയുടെ വലിപ്പത്തിൽ ഇവന്മാർ കൊച്ചനായിട്ട് കാണുന്നതാണ്. അതങ്ങനെയാണല്ലോ, വലിപ്പം കൂടുമ്പോൾ താമരയ്ക്ക് എത്ര വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും ഇലയ്ക്ക് അതിന് ഇരട്ടി വലിപ്പമുള്ളതുകൊണ്ട് താമര എപ്പോഴും ചെറുതായിട്ട് തോന്നത്തുള്ളൂ. നിർത്താനോട് പേരെന്താ? ഷംനാദ്. ആ അതെ, ഞാൻ മലയാറ്റൂരാ. അടുത്ത് തന്നെയാ മലയാറ്റൂര്. അതേ ദൂരമല്ലോ. അതെ. അതെ അല്ലേ? ഓ നല്ല രസമുണ്ട് ഈ പാടത്തേടെ നടക്കാൻ. അവിടെ 1-2 മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തണലത്തൊക്കെ പോയി നിന്നിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കളയാം. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പാടമാണ് കേട്ടോ അത്. നല്ല ഇതിലൊക്കെ നടക്കാനൊക്കെ നല്ല രസമുണ്ട്. ശരിക്കും ഒരു ആലപ്പുഴയിലൊക്കെ പോയ ഒരു ഫീലാണേ. ആലപ്പുഴ മാത്രമല്ല കേട്ടോ, ഈ പാലക്കാടൊക്കെ സെയിം സംഭവം തന്നെയാണല്ലോ. നമ്മുടെ കേരളത്തിൻ്റേതായിട്ടുള്ളൊരു തനത് ഭംഗി എന്നൊക്കെ പറയുന്നത് ഈ പാടവും അല്ലേ നെൽവയലുകളൊക്കെയാണ്. ചെറിയൊരു ചതുപ്പ് പോലെ, എന്നാലും കുഴപ്പമില്ല. ഈ വേനലൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചവിട്ടിയാൽ വലിയ പ്രശ്നമില്ല. പോകാൻ പറ്റുമെന്ന് നോക്കാം. അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി. കുറച്ച് ഭയങ്കര രസമുണ്ട് കേട്ടോ ഇതിൽ നടക്കാൻ. അതുകൊണ്ടാണ് പിന്നെ കുത്തിപ്പിടിച്ച് നടക്കണേ. ശരിക്കും ഇതൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം അല്ലേ, ടൂറിസം. ഈ നാടിന് തന്നെ ഇത്ര ഏരിയ തന്നെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. നമ്മൾ ഈ പാലക്കാടൊക്കെ ചെയ്ത പോലെ ഈ പാടവരമ്പിലൊക്കെ പൂക്കളൊക്കെ നട്ട് ചെടികളൊക്കെ നട്ടിട്ട് ഈ മരത്തുമേലൊക്കെ ചെറിയ ഏറുമാടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അല്ലേ, പൊളിയായിരിക്കും.
കണ്ട എങ്ങനെയുണ്ട്, രസമല്ലേ? വാവ്, ഇത് രസാന്ന് നോക്കിയേ. പച്ചപ്പായിട്ടേ ചുറ്റും കാണുന്ന കാഴ്ച ഇതാണ്. അവിടെ ഒരു മോട്ടോർ പുരയൊക്കെ ഉണ്ട്. ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ മോട്ടോർ പുര ഉണ്ട് കേട്ടോ. ഇതിനകത്ത് വെള്ളം അടിച്ചിട്ടുണ്ടേ പാടത്തോട്ട്. കുഴിയുണ്ടോയെന്നറിയില്ല. ഈ തോടുണ്ടെങ്കിലേ വെള്ളം കൊണ്ട് റിസ്ക്കാണ്. എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെറിയ റിസ്ക്കൊക്കെ ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഇത്രയും പൊക്കത്തിൽ പുല്ലാ നോക്ക്, ഉണ്ടോ? തപ്പി തപ്പി തടഞ്ഞാ പോകുന്നേ. ഓഹ് എൻ്റെ പൊന്നോ. ആ ഇവിടെ കുഴിയാന്ന് തോന്നുന്നു കേട്ടോ. റൈറ്റ് സൈഡിൽ കുഴിയാണേ. നല്ല സുഖമുണ്ട് കേട്ടോ ഈ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കാൻ. നല്ല കാറ്റുണ്ട്. ഞാൻ കുറച്ച് ദൂരം നടന്നായിരുന്നേ, അപ്പോൾ അത് കാരണം ഇച്ചിരി ടയേർഡായി, നന്നായിട്ട് വേർത്തു, ഭയങ്കര ദാഹം. ഇതൊരു പൊക്കത്തിലായി പുല്ല് നിൽക്കണമെന്നറിയാം. എന്തായാലും ഞാനൊരു ചാലുണ്ടാക്കി ഇട്ടതുകൊണ്ട് ഇനി ആ ചാല് നോക്കി പോയാൽ മതിയില്ല. ആ ചാല് നോക്കി പോയി കഴിഞ്ഞാൽ നമ്മൾ തോട്ടി ചാടാണ്ട് അപ്പുറത്ത് കിടക്കാം. അപ്പുറം ഇപ്പുറം തോടാണ്. ചായ മൂന്നെണ്ണം കുടിക്കാം. മോളങ്ങനെ നോക്കണ്ട, കണ്ണിൽ മരുന്ന് കഴിക്കാൻ അതേ കസ്റ്റമറിലേക്ക്. ദിൽന മെഹബീൻ. ആ ആഹാ, അങ്ങനെ അടിച്ചാൽ കിട്ടും ചാനൽ അല്ലേ? ആഹാ, ഇതാരാ? ഏറ്റവും ഇളയ ആളാ? അനിയൻ. പേരെന്നാ പറഞ്ഞു? ഗിൽബർട്ടാ? ഗിൽബർ. ആഹാ, അത് ശരി. 3 പേരാ? ആ. ഞാനൊരു പൊതുപ്രവർത്തനാണ് മാറമ്പള്ളി പ്രദേശത്തെ. കൂടാതെ ഓട്ടോ ഡ്രൈവർ കൂടിയാണ്. 10-36 വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്ന പൊതുരംഗത്ത്. കൂടാതെ ഈ പ്രദേശമൊക്കെ ആയിട്ടെന്ന് പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ളൊരു ബന്ധമാണ് ഈ മണ്ണിനോടും ഈ വയലുകളോടും ഈ പച്ചപ്പിനോടൊക്കെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പം കാലം തൊട്ട് ഇവിടെ ഞങ്ങൾ 80കളുടെ മധ്യത്തിൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ പാടത്ത് നടക്കുമായിരുന്നു. അപ്പോൾ അതിലെല്ലാം പങ്കെടുക്കുന്ന അന്ന് ഞങ്ങളുടെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു മാറമ്പള്ളിയിൽ, നവരത്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അപ്പോൾ അതിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള പ്രവർത്തനം കൂടിയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ വരും പന്ത് കളിക്കാനും ഒക്കെ. പിന്നെ നല്ല ഒരു സമയം ഇതുപോലെയൊക്കെ തന്നെ സായാഹ്നങ്ങൾ. അന്ന് ഇതുപോലെ വരമ്പൊന്നുമില്ല, പാടം മാത്രമേ ഉള്ളൂ. നമുക്ക് അക്കരെ നിന്ന് കാണാനേ കഴിയുള്ളൂ. റബ്ബർ തോട്ടമായിരുന്നു, ഈ സ്കൂളൊക്കെ ഇരിക്കുന്നത് റബ്ബർ തോട്ടമായിരുന്നു. ഇതൊക്കെയാണ് അന്നത്തെ സാഹചര്യം. ഇന്നതിന് ശേഷം ഇപ്പോൾ റോഡുകളെല്ലാം തന്നെ നല്ല റോഡുകളായി. കൂടാതെ ഇപ്പോൾ ഇതിലെ എപ്പോൾ പാസ് ചെയ്യണ്ടെങ്കിലും നമ്മുടെ റിയാസിക്കാടെ കടയിൽ വരും. ഇവിടെ കയറിയിട്ട് ഒരു ചായ കഴിച്ച് എൻ്റെ അത്യാവശ്യം ഇവിടെയുള്ള സുഹൃത്തുക്കളെ ഒന്ന് വിളിച്ചു വരുത്തും ഞാൻ. അവരോട് കൂടി ഇരിക്കും, ഞങ്ങളൊരു ചായ കഴിക്കും. അല്പം സായാഹ്നം ഇവിടെ ചിലവഴിച്ചിട്ടേ പോകാറുള്ളൂ. തുമ്പിച്ചാൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞ് ഫെസ്റ്റ് സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ സംഘടിപ്പിക്കുന്ന ഒക്കെ എൻ്റെ സുഹൃത്തുക്കളെ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഞങ്ങൾ ആ ഫെസ്റ്റെല്ലാം കാണാൻ വേണ്ടി വരാറുണ്ട്. ആ സമയത്തേക്ക് ശരിക്കും ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. വിവിധ കലാപരിപാടികളൊക്കെ ഉണ്ടാവും ഓരോ ദിവസം. 12 ദിവസത്തെ പരിപാടിയാണ്. ഡിസംബർ 25-ന് മുമ്പ് തുടങ്ങും. 31-ന് ന്യൂ ഇയറിൻ്റെ 12 മണിക്ക് വെടികൊണ്ടുകൂടെ അവസാനിക്കും. അപ്പോൾ ആ പപ്പാനി എത്തിക്കലൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരു അനിഷ്ട സംഭവങ്ങളോ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. ജനം ഈ നാട് ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ് ആ സംരംഭത്തെയും വിജയത്തിലെത്തിച്ചിട്ടുള്ളത്. തുമ്പിച്ചാൽ ഫെസ്റ്റ് കിഴുമാട് ഗ്രാമപഞ്ചായത്താണ്. ആലുവ അസംബ്ലി മണ്ഡലമാണ്, ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലമാണത്. സ്റ്റോറി ലൈൻ LAIN ആണ് സ്പെല്ലിങ് കേട്ടോ. സ്റ്റോറി ലൈൻ്റെ ചെയ്തോ, ചെയ്യ്, ഇപ്പം തന്നെ ചെയ്യ്. അന്നാ മറക്കില്ല. റിയാസിനോട് പറഞ്ഞേക്ക് നമ്മൾ വന്ന്
എൻ്റെ ഒരു ഇൻ്റർവ്യൂ അടക്കം ഉണ്ടാവും അതിനകത്ത്. ഇപ്പോൾ നിങ്ങൾ എടുത്തതിൽ ഒത്തിരി നേരം ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. ആ ഷോർട്ട് ഫിലിം ഡിസൈനറാണ് ഞാൻ. ഡിസൈനറാണ് ആക്ച്വലി. തമിഴ്നാടിനെ കണ്ടു പഠിക്കും. മൊബൈൽ കണക്ട് ആയാൽ അറിയാൻ പറ്റും. ആവശ്യക്കാർ ചോദിച്ചിട്ട് വരുമ്പോൾ ആ ഒരു ക്വാണ്ടിറ്റിയിൽ കൊടുക്കുള്ളൂ അല്ലേ? ആഹാ അത് ശരി. കോളിഫ്ലവർ ബജി അല്ലേ? ക്യാപ്സിക്കം ബജി, മുട്ട ബജി, പിന്നെന്ത് ബജിക്കുണ്ട്? കോളിഫ്ലവർ, കായ ബജി, പത്തിരി ഉണ്ട്. ആ ഹാ ഹാ ഓ അതെ അല്ലേ? ആ ഉറപ്പില്ല. ഇത് എന്നെ ഇങ്ങനെ നോക്കണം. നേരത്തെ ചെയ്യാൻ മുന്നേയുള്ള കീറി എന്നുള്ള രീതിയിലാണ് നോക്കാൻ. ഒരു ഇച്ചിരി